എല്ലാവർക്കും ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചെയ്യണമെന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കുമാരനാശാൻ്റെ കവിതകളാണ്. മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ പഠനത്തിനും മനനത്തിനും അനുധ്യാനത്തിനും വിധേയമായ കവിതയാണ് കുമാരനാശാൻ്റെ കവിത. തിരുവനന്തപുരം ജില്ലയിലെ കായിക്കര എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു ഈഴവ കുടുംബത്തിൽ 9 മക്കളിൽ ഒരുവനായി ജനിച്ച കുമാരു തൻ്റെ ബാല്യകാലം മുതൽ അന്തർമുഖനായിരുന്നു. അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൊഴുകയും പിന്നീട് ഏകനായി ഇരുന്ന് ധ്യാനിക്കുകയും ചെയ്തിരുന്ന കുമാരു അക്കാലത്ത് സുബ്രഹ്മണ്യ ശതകം, ദേവീസ്തവം മുതലായ ഗ്രന്ഥങ്ങളാണ് രചിച്ചത്. പിന്നീട് കുമാരനാശാനെ കണ്ടെത്തിയതോടുകൂടി കുമാരുവിൻ്റെ കാവ്യ സങ്കല്പത്തിൽ ഗണനീയമായ മാറ്റമാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഗുരുദേവൻ കുമാരുവിനിൽ ഒരു നവോത്ഥാന ശില്പിയെ കണ്ടെത്തുകയായിരുന്നു എന്ന് പറയുകയാണ് ശരി. എന്തായാലും 1887 മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനിക കാവ്യമായ AR രാജരാജവർമ്മയുടെ മലയവിലാസം രചിക്കപ്പെട്ടത്. 1906 മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ കാൽപ്പനിക കാവ്യം രചിക്കപ്പെട്ടു. അത് കുമാരനാശാൻ്റെ വീണപൂവായിരുന്നു. ഹപുഷ്പമേ അധിക തുങ്കപദത്തിലത്ര രാജ്ഞികണക്കെ ശോഭിച്ചിരുന്നു നീ, ശ്രീഭൂവിലസ്ഥിരം അസംശയം ഇന്നു നിന്റെ ആഭൂതിയങ്ങു പുനരിങ്ങു കിടപ്പതോർത്താൽ. വീട് കിടക്കുന്ന പുഷ്പത്തിൽ നഷ്ടജീവിത സൗഭാഗ്യം ദർശിക്കുകയാണ് ആശാൻ ചെയ്തത്. അന്ന് തന്നെ ആശാന്റെ ദാർശനികത വളരെ വ്യക്തമായി കഴിഞ്ഞിരുന്നു. ഈ ഭൂമിയിലെ ഐശ്വര്യങ്ങളെല്ലാം തന്നെ മനുഷ്യകേന്ദ്രീകൃതമായ എല്ലാ ഐശ്വര്യങ്ങളും അസ്ഥിരമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് കുമാരു തൻ്റെ കാവ്യരചനയിലേക്ക് കടന്നത് തന്നെ. വീണുകിടക്കുന്ന പുഷ്പത്തിൽ നഷ്ടജീവിത സൗഭാഗ്യമാണ് ആശാൻ ദർശിച്ചത്. ആശാന്റെ കവിതയുടെ വിവിധ സവിശേഷതകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പഠന വിഷയമാകേണ്ടതുണ്ട്. അതിനായി ഈ വീഡിയോ ഉപകരിക്കണം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കുമാരനാശാൻ സ്നേഹഗായകനായ കവിയായിരുന്നു. പോയിന്റ് നമ്പർ 1. കുമാരനാശാൻ്റെ വീണപൂവ്, നളിനി, ലീല, പ്രരോദനം, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, കരുണ, ശ്രീബുദ്ധയരുതം വരെ ദുരവസ്ഥ, എല്ലാ കാവ്യങ്ങളിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രണയമാണ് മുഖ്യ വിഷയം. നമ്മൾ തെറ്റിദ്ധരിച്ച് ഇരിക്കുന്നത് അത് സ്ത്രീ പുരുഷ പ്രണയം എന്നാണ്. പക്ഷേ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ കുമാരനാശാന്റെ കവിതയിൽ കേവലം സ്ത്രീ പുരുഷ പ്രണയം മാത്രമല്ല, ലൗകികമായ പ്രണയത്തിൽ തുടങ്ങി അലൗകികമായ പ്രണയത്തിലേക്ക് വിലയം പ്രാപിക്കുന്ന കവിതയാണ് കുമാരനാശാൻ്റേത്. നളിനിയിലെ കഥാപാത്രമായ നളിനി ദിവാകരനെ പ്രണയിക്കുന്നതും പിന്നീട് ആ പ്രണയം വിവാഹമായി തീരുന്നതിന് മുമ്പേ അവർ വേർപിരിയുന്നതും ആണ് കാവ്യവിഷയം. അവരെ ഒടുവിൽ ഹിമാലയ സാനുക്കളിൽ വെച്ച് സംഗമിക്കുന്നു. നല്ല ഹൈമവത ഭൂവിൽ ഏറെയായി കൊല്ലം അന്നൊരു വിഭാതവേളയിൽ. സൂര്യദേവനെ പോലെ പ്രോജ്വലിക്കുന്ന ദിവാകരനെ നളിനി കണ്ടെത്തുന്നു. കണ്ടെത്തുക മാത്രമല്ല, അവൾ ദിവാകരനിൽ വിലയം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ദിവാകരനാകട്ടെ സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, സ്നേഹസാരമിഹ സത്യമേകമാം മോഹനം ഭുവന സംഗമിഞ്ഞതിൽ സ്നേഹമൂലമമലേ വെടിഞ്ഞു ഞാൻ. ഈ സ്നേഹമാണ്
പ്രപഞ്ചത്തിൽ ഏറ്റവും സ്ഥായിയായ വികാരം. പക്ഷേ അലൗകികമായ ആ സ്നേഹത്തിൽ, ഏകതയോടുള്ള സ്നേഹത്തിൽ, സമഷ്ടിയുടെ ഉണ്മയിൽ വിലയം പ്രാപിച്ചു പോയതുകൊണ്ട് ഞാൻ എല്ലാ മറ്റു ഭൗതികമായ സ്നേഹബന്ധങ്ങളെല്ലാം മറന്നുപോയി എന്നാണ് ദിവാകരൻ്റെ കുമ്പസാരം. യഥാർത്ഥത്തിൽ ദിവാകരൻ മാംസനിബദ്ധമായ ആ പ്രണയത്തിൽ നിന്നും വളർന്ന് യോഗീതുല്യമായ ഒരു പ്രണയത്തിലേക്ക്, ഈശ്വരനോടുള്ള ആ പ്രണയത്തിലേക്ക് ദിവാകരൻ രൂപപ്പെട്ടു എന്നുള്ളതാണ് സാരം. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത് ഒരു ലൗകികമായ പ്രകൃതമുള്ള വ്യക്തിയായിരുന്നു കുമാരനാശാൻ. ആ കുമാരനാശാൻ ഗുരുദേവനുമായിട്ടുള്ള സാന്നിധ്യം മൂലം കുമാരനാശാന്റെ ലൗകിക പ്രണയം ആധ്യാത്മിക പ്രണയത്തിന് വഴിമാറി എന്നാണ് നാം വിചാരിക്കേണ്ടത്. ഇവിടെ കുമാരനാശാന്റെ ആത്മബോധമാണ്. ശ്രീശങ്കരാചാര്യർ പറയുന്നത് പോലെ സമഷ്ടിയുടെ ഉണ്മയിൽ വ്യഷ്ടിനിഷ്ഠമായ ഉണ്മ വിലയം പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് കുമാരനാശാന്റെ സ്നേഹസങ്കല്പത്തിൽ നാം കാണുന്നത്. പോയിന്റ് നമ്പർ 2, സ്വാതന്ത്ര്യപ്രേമിയായ ആശാൻ. ആശാൻ എന്തിനും മീതെ സ്വാതന്ത്ര്യപ്രേമിയായിരുന്നു. മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നതാണ് ജാതിയുടെ പേരിൽ ഏറ്റവും ദുർഗന്ധപൂരിതമായ അവസ്ഥ എന്ന് വിശ്വസിച്ച മഹാനായിരുന്നു കുമാരനാശാൻ. എന്തിന്നു ഭാരതധരേ കരയുന്നു, എന്തിന്നു ഭാരതധരേ കരയുന്നു, നിനക്ക് എന്തിനാണ് ഭാരതാംബയെ നീ കരയുന്നത്? വിധികൽപിതമാണുതായേം. ഈ പ്രപഞ്ച അസ്വാതന്ത്ര്യം വിധിയുടെ വിളയാട്ടം മാത്രമാണ്. ജാതി മതിരാന്തർ തമ്മിൽ അടിച്ച് അന്തപ്പെടും തനേരെന്തിനേ സ്വരാജ്യം. ജാതിയോടും മതത്തോടും തമ്മിൽ കൂട്ടിമുട്ടി രക്തമൊഴുക്കുന്ന ഈ ഭാരതഭൂമിയിൽ എന്തിനാണ് സ്വാതന്ത്ര്യം എന്ന് വിശ്വസിച്ചുകൊണ്ട് വെയിൽസ് രാജകുമാരൻ കൊടുത്ത പട്ടും വളയും കുമാരനാശാൻ നിരസിക്കുകയുണ്ടായി. ആ സമയത്ത് വളരെ വിമർശനങ്ങൾക്ക് കുമാരനാശാൻ വിധേയനായി. പക്ഷേ അതിന് മറുപടി എന്നോണം ഗുരുദേവന്റെ സാന്നിധ്യത്തിൽ തന്നെ കുമാരു പ്രഖ്യാപിച്ചത് ഇപ്രകാരമായിരുന്നു: സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യം അമൃതമാണ്, സ്വാതന്ത്ര്യം പാരതന്ത്ര്യം മരണതുല്യമാണ് എന്ന് വിശ്വസിച്ച യോഗീവര്യനായിരുന്നു കുമാരനാശാൻ എന്ന് നിസ്സംശയം പറയാം. ദാർശനികനായ ആശാൻ. പോയിന്റ് നമ്പർ 3, കുമാരനാശാന് മറ്റ് കവികളെ പോലെ ആയിരുന്നില്ല. സം ടോട്ടൽ ഓഫ് ദ എക്സ്പീരിയൻസ്. താൻ ജീവിച്ച സാമൂഹിക സാഹചര്യം, ജാതി വ്യവസ്ഥ, വർണ്ണവിവേചനം, ഫ്യൂഡൽ വ്യവസ്ഥിതി, ഇപ്രകാരമുള്ള ഒരു സാമൂഹ്യാവസ്ഥയുടെ പ്രോഡക്റ്റാണ് കുമാരനാശാൻ. അതുകൊണ്ട് തന്നെ കുമാരനാശാനെ സംബന്ധിച്ചിടത്തോളം കുമാരനാശാന്റെ ദർശനത്തിൽ വളരെ വൈരുദ്ധ്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മാംസനിബദ്ധമല്ല രാഗം, ഒരിക്കലും പ്രണയം മാംസാധിഷ്ഠിതമല്ല. ആരറിവു നിയതിതൻ ത്രാസു പൊങ്ങുന്നതും താനേ താണുപോവതും എന്ന് കുമാരനാശാൻ തൻ്റെ കരുണയിൽ പാടുന്നുണ്ട്. ഈ പ്രകൃതിയുടെ നിയമം നമുക്ക് നിശ്ചയിക്കുവാൻ സാധിക്കുമോ? ആർക്കാണ് അറിയാൻ സാധിക്കുക എപ്പോഴാണ് വിധിയുടെ ത്രാസ് പൊങ്ങുന്നതും വിധിയുടെ ത്രാസ് താഴുന്നതും? ഈ പ്രപഞ്ച ജീവിതം ശ്രീഭൂവിൽ അസ്ഥിരമാണ് എന്ന് വീണഭൂവില്, ഐശ്വര്യം ഭൂമിയിൽ അസ്ഥിരമാണ് എന്ന് കുമാരനാശാൻ പറയുന്നു. ഇപ്രകാരം കുമാരനാശാൻ പ്രണയത്തിനും ദർശനത്തിനും ഒക്കെ ഒരു പുതിയ മാനം കൽപ്പിക്കുകയാണ് കുമാരനാശാൻ ചെയ്തത്. ഇതായിരുന്നു കുമാരനാശാന്റെ ജീവിത ദർശനം. കുമാരനാശാൻ ഒരു വിമോചനവാദി. എപ്പോഴും ജാതിക്കും മതത്തിനും എതിരായിട്ട് പോരാടുവാൻ കുമാരനാശാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ മലബാർ കലാപകാലത്ത് കുമാരനാശാൻ തൻ്റെ കുടിലിൽ അഭയം തേടിയ സാവിത്രി എന്ന അന്തർജനത്തെ ബ്രാഹ്മണ യുവതിയെ ഒരു ചർമ്മ യുവാവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. അതിനുശേഷം കുമാരനാശാൻ ആ കവിതയിൽ പാടുകയാണ്: ഈശ്വരേച്ഛ സുന്ദരമായൊരു സമാഗമമാണ് അവരുടേത്. ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെയാണ് കാണുന്നതെന്ന് കുമാരനാശാൻ തൻ്റെ ദുരവസ്ഥയിൽ വീണ്ടും പറയുന്നുണ്ട്. എല്ലാം വിടർന്ന് പരിമളം തൂവട്ടെ
എല്ലാം ചിതറട്ടെ വർണ്ണശോഭാം. എല്ലാ വസ്തുക്കളും, കുറ്റിച്ചെടിക്കും വലിയ ചെടിക്കും ഈശ്വരൻ ഒരുപോലെ പ്രകാശം നൽകുന്നു, ഒരുപോലെ സൂര്യപ്രകാശം നൽകുന്നു, ഒരുപോലെ കാറ്റ് നൽകുന്നു, ഒരുപോലെ മഴത്തുള്ളികൾ നൽകുന്നു. അവിടെ വലിപ്പച്ചെറുപ്പമില്ല. പ്രപഞ്ച സൃഷ്ടിയിൽ എല്ലാം ഒരുപോലെയാണ്. ആത്മവ സർവഭൂതേഷു. കുന്തിപുത്രനായ അർജുന, ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ഞാൻ തന്നെയാണ്. തത്വമസി, എല്ലാം ഞാൻ തന്നെയാണ്. നീ ആ കാണുന്നതെല്ലാം ഞാൻ തന്നെയാണ്. അയമാത്മാ ബ്രഹ്മ, ഞാനും ഈ പ്രപഞ്ചവും എല്ലാം ബ്രഹ്മത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. ഇപ്രകാരം പ്രാപഞ്ചികമായ വൈദിക സംസ്കൃതിയെ കുമാരനാശാൻ ഗുരുദേവനിൽ നിന്നും സ്വാംശീകരിച്ചിരുന്നു. ഗുരുദേവ ദർശനങ്ങൾക്ക് വളരെയധികം സ്വാധീനം ആശാൻ കവിതയിൽ ഉണ്ട് എന്നുള്ളതിന് ഉത്തമോദാഹരണമാണ് ഇത്. കുമാരനാശാൻ ഒരു വിമോചനവാദിയായ കവിയായിരുന്നു. ജാതി വ്യവസ്ഥയിൽ നിന്നും മതസങ്കല്പത്തിൽ നിന്നും മാനവികതയെ സ്നേഹിക്കുവാൻ പഠിച്ച വിശ്വമാനവ കവി. അതുകൊണ്ട് തന്നെ അന്ന് വരെ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ കുമാരനാശാൻ വെല്ലുവിളിച്ചു. അതുകൊണ്ട് കുമാരനാശാനെ നമുക്ക് യുഗസൃഷ്ടാവായ കവി എന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു. തനിക്ക് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലെ പ്രവണതകളെ മാറ്റിമറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരോ അവനാണ് യുഗസൃഷ്ടാവ്. തൻ്റെ സമകാലീനനായിരുന്ന വള്ളത്തോളും ഉള്ളൂരും ക്ലാസിസത്തിൽ തങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ ക്ലാസിസത്തിലും നിയോ ക്ലാസിസത്തിലും കാൽപ്പനികതയിലും രണ്ട് കാലും മാറി മാറി വെച്ചപ്പോൾ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പൗരാണിക സങ്കല്പത്തെ മുറുകെ പിടിക്കുമ്പോഴും കാൽപ്പനികതയുടെ അഭൗമ വിഹായസിലേക്ക് പറന്നെടുക്കുവാൻ ആഗ്രഹിച്ച യുഗസൃഷ്ടാവായ കവിയായിരുന്നു കുമാരനാശാൻ. ഇനിയും കുമാരനാശാനെ പറ്റി നമ്മൾ വിലയിരുത്തുമ്പോൾ വളരെ രസകരമായൊരു സംഗതി കുമാരനാശാൻ കവിതയിലെ അന്തർദ്വന്ദ്വമെന്നാണ്. ഞാൻ പറഞ്ഞു, കുമാരനാശാന്റെ കവിതയിൽ ലൗകിക പ്രണയമുണ്ട്, ആധ്യാത്മിക പ്രേമമുണ്ട്. കുമാരനാശാന്റെ നായികമാരെ എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കൂ. കുമാരനാശാന്റെ നളിനിയിലെ നായികയായ നളിനി, ലീലയിലെ നായികയായ ലീല, കരുണയിലെ നായികയായ വാസവദത്ത, ചണ്ഡാലഭിഷിയിലെ നായികയായ ചണ്ഡാലി, ചിന്താവിഷ്ടയായ സീതയിലെ നായികയായ സീതാദേവി, ദുരവസ്ഥയിലെ നായിക, ഇവരെല്ലാം മജ്ജയും മാംസവുമുള്ള ലൗകിക സ്ത്രീകളുടെ പ്രതിനിധികളാണ്. പക്ഷേ നമ്മളെ നായകന്മാരെ എടുത്ത് പരിശോധിക്കൂ. അസ്ഥിമാത്ര ശേഷനും വിരൂപനുമായ ദിവാകരൻ, മദനൻ, ഉപഗുപ്തൻ, ഈശ്വര ചൈതന്യമുള്ള ദിവാകരൻ, അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും കേവലം മാംസനിബദ്ധമായ പ്രണയത്തിൻ്റെ അപ്പുറത്ത് അവരെല്ലാം ആത്മീയ പ്രണയത്തിലേക്ക് വിലയം പ്രാപിച്ചവരാണ്. അപ്പോൾ ഒരു വശത്ത് ലൗകികമായ മനുഷ്യസഹജമായ പ്രണയം, മറുവശത്ത് ഈശ്വരോന്മുഖമായ രതി, അതിനെ ഭക്തി എന്ന് വിളിക്കാം. ഇങ്ങനെ രണ്ട് ഘടകങ്ങളുടെ ഒരു വലിയ ഏറ്റുമുട്ടൽ നമുക്ക് കുമാരനാശാന്റെ കവിതയിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്രകാരം ലൗകിക ഭാവവും ആത്മീയ ഭാവവും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു കുമാരനാശാന്റെ കാവ്യപ്രമേയം തന്നെ. ഇതിനെ നമ്മൾ കുമാരനാശാന്റെ കവിതയിലെ അന്തർദ്വന്ദ്വം എന്നാണ് വിളിക്കുന്നത്. എന്തായാലും പിൽക്കാല കവികൾക്ക് മാതൃകാപരമായിരുന്നു ആശാന്റെ ഓരോ വരികളും. പോയം ഇസ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് വിച്ച് ക്രിയേറ്റഡ് ഇൻ ട്രാൻക്വിലിറ്റി. ഏകാന്തതയിൽ പുനസ്മരിക്കപ്പെടുന്ന വികാരങ്ങളുടെ അനിയന്ത്രിതമായ പ്രവാഹമാണ് കവിതയെന്ന്, കാൽപ്പനിക കവിതയെന്ന് വില്യം വേഴ്സ്വർത്ത് പറയുകയുണ്ടായി. ഓഡ് ഓൺ ദ ഡെത്ത് ഓഫ് എ ഫേവറേറ്റ് ക്യാറ്റ് എന്ന കവിതയിൽ തോമസ് ഗ്രേ ഇപ്രകാരം പാടുന്നുണ്ട്. അതുപോലെ വിഷാദവും, കുമാരനാശാന്റെ പ്രരോദനം എന്ന കവിതയിൽ വിഷാദാത്മകതയുടെ വളരെ നല്ലൊരു അംശം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ മറ്റൊരു കവിതയാണ്. ഇങ്ങനെ കുമാരനാശാന്റെ ഓരോ കവിതയെടുത്ത് പരിശോധിച്ചാലും മനുഷ്യകഥാനുഗായിയായിരുന്നു കുമാരനാശാന്റെ കവിത എന്ന് വിലയിരുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. കുമാരനാശാന് തനതായൊരു ദർശനമുണ്ടായിരുന്നു, തനതായൊരു സ്നേഹസങ്കല്പമുണ്ടായിരുന്നു, ഒരു സ്വാതന്ത്ര്യ സങ്കല്പമുണ്ടായിരുന്നു, ഒരു പ്രണയ സങ്കല്പമുണ്ടായിരുന്നു. സർവോപരി കുമാരനാശാൻ വിമോചനവാദിയായിരുന്നു. അങ്ങനെ വിപ്ലവകാരിയായിരുന്ന കുമാരനാശാൻ യുഗസൃഷ്ടാവായി പരിണമിച്ചു. അപ്പോൾ ഒരു യുഗപുരുഷന്റെ പ്രിയ ശിഷ്യൻ എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനം എപ്പോഴും ആ കവിതയിൽ കാണാമായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത.